ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കണ്ണപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും ഡിന്നറിനും ഒക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു കപ്പ് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ചെടുക്കണം. കോല റൈസ് എടുക്കാം, അല്ലെങ്കിൽ ജീരകശാല റൈസ് എടുക്കാം. ഏത് റൈസായാലും കുഴപ്പമില്ല. പിന്നെ ഫില്ലിങ്ങിനായിട്ട് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഒരു 15 ചെമ്മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അപ്പം തന്നെ കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത്. ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മൾ മസാലയും തയ്യാറാക്കുക. അതുകൊണ്ട് കുറച്ചധികം ഒഴിച്ചാലും കുഴപ്പമില്ല. ഒരു സൈഡ് ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഇങ്ങനെ ഡ്രൈ ഫ്രൈ പോലെയൊന്നും ആവേണ്ട ആവശ്യമില്ല. സോഫ്റ്റായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതി. അതിന് ശേഷം നമുക്കിത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ചെമ്മീൻ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ആദ്യം തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ആദ്യം ഫ്രൈ ചെയ്തതിന് ശേഷം കഷ്ണങ്ങളാക്കുന്നത്. മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ചോപ്പറിലോ എങ്ങനെയെങ്കിലും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ബാക്കി വന്ന എണ്ണയിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണൊക്കെ ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് ചെമ്മീനിൽ. കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. കറിവേപ്പില നന്നായിട്ട് തന്നെ ഇതേപോലെ നുറുക്കിയിട്ട് കൊടുക്കണം. നന്നായിട്ട് വഴറ്റിയ ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. 1-2 മിനിറ്റ് ഞാൻ മൂടി വെച്ചതായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 വെളുത്തുള്ളിയാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ചതച്ചെടുക്കണം, അല്ലെങ്കിൽ പേസ്റ്റ് ചേർത്താലും മതി. ഇതും നന്നായിട്ട് വഴറ്റുക. അതിൻ്റെയൊക്കെ റോ സ്മെല്ല് പോകുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കുറച്ച് നേരം നമുക്ക് മൂടി വെക്കാം. ചെമ്മീൻ ഞാൻ ചൂടാറിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനൊരു ചോപ്പറിലാണ് ഇപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ചെടുത്താൽ മതി. നമ്മൾ നേരത്തെ മൂടി വെച്ച ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി. ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതും നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റോ സ്മെല്ല് പോകുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിന് ശേഷം അതിലേക്ക് ചെമ്മീനും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫില്ലിങ്ങാണിത്. ചിക്കൻ വെച്ചും ബീഫ് വെച്ചും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാം. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയത് ചെമ്മീനാണ്. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ആവി വന്നതിന് ശേഷം മൂടി മാറ്റി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. കുറച്ചധികം മല്ലിയില ഞാൻ ചേർത്തിട്ടുണ്ട്. മല്ലിയിലയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലെങ്കിൽ വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഇനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം. നമ്മൾ നേരത്തെ 1 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന അരിയാണ്. വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തന്നെ വാർത്തെടുക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ, 1 കപ്പ് അരിക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ ചോറ്, 1 മുട്ട, ഇത്രയാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരു 1/4 കപ്പൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. ടൈറ്റ് ആയാലും ആവശ്യത്തിന് വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം.
ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുക്കണം. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസും അല്ല ഒരുപാട് ടൈറ്റും അല്ലാത്തൊരു മാവാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവ് കിട്ടണം. അതുകൊണ്ടാണ് ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുട്ടയും ചേർക്കുന്നതല്ലേ, അതുകൊണ്ട് ലൂസായി പോവും, അത് ശ്രദ്ധിക്കണം. പിന്നെ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് നിറച്ച് ഒഴിക്കരുത്, ഫില്ലിങ് വെക്കുമ്പോൾ ഓവർഫ്ലോ ആയി പോവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കുക. ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും ഇതേപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റിയാണിത് കഴിക്കാൻ. സാധാരണ ഇതിൽ ചോറ് കൂട്ടാറുണ്ടായിരുന്നില്ല. ആരും ചോറ് കൂട്ടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോറ് കൂട്ടി നോക്കിയപ്പോൾ നല്ല സോഫ്റ്റായി. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് ചെയ്യുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിരുന്നു, അത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്കിത് റെഡിയായി കിട്ടും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി നോക്കിയാൽ മതി, അപ്പോൾ അറിയാൻ പറ്റും. തണുത്തതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്യാം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. കഴിക്കാനും നല്ല എളുപ്പമായിരിക്കും. യാത്രകളിലൊക്കെ പോകുമ്പം കൊണ്ടുപോകാൻ ഒക്കെ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. മാവ് വേണമെങ്കിൽ നമുക്ക് അരച്ച് ഫ്രിഡ്ജിൽ വെക്കാനും പറ്റും. രാവിലെ ഉണ്ടാക്കിയാൽ മതി. മസാലയൊക്കെ റെഡിയാക്കി വെച്ചാൽ രാവിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല എളുപ്പമാണ്. നല്ല സോഫ്റ്റാണ്. ഞാൻ കാണിച്ചു തരാം മുറിച്ചിട്ട്. ചോറ് കൂട്ടുന്നതുകൊണ്ട് കുറച്ചുകൂടെ സോഫ്റ്റാണ്. ഓൾറെഡി സോഫ്റ്റാണ്, എന്നാലും ചോറ് കൂട്ടുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചോറ് കൂട്ടി നോക്കുക. സാധാരണ ഉണ്ടാക്കുന്നവർ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്താൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ഇത് സ്നാക്കായിട്ടും നമുക്ക് ഉണ്ടാക്കാം. നോമ്പിനൊക്കെ സ്നാക്കായിട്ടൊക്കെ ഇത് പലരും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഐറ്റമാണ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.